എ വി ജയശങ്കർ കൂടി ചേർന്നു. ജയശങ്കറും അടൂര് കേന്ദ്രീകരിച്ചും രാഹുൽ ഉണ്ടോ എന്ന പരിശോധന എവിടെയുണ്ടോ? രാഹുലിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൂടി നിരീക്ഷണത്തിൽ വെക്കുന്നുണ്ട്. ആവശ്യം വന്നാൽ അവരെ കൂടി ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരോട് കൂടി വിവരങ്ങൾ അറിയാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് അടൂരിൽ രാഹുലിൻ്റെ വീട്ടിന് മുന്നിലെ കാഴ്ച, ജയശങ്കർ? അതായത് കാശ്മീർ രാഹുലിന് വേണ്ടിയുള്ള പരിശോധന പോലീസ് ശക്തമാക്കുമ്പോൾ അതിൻ്റെ പ്രധാന കേന്ദ്രം അടൂർ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് അടൂരാണ്. ഒപ്പം തന്നെ രാഹുലിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തരായ സുഹൃത്ത് വലയമുള്ളത് അടൂരാണ്. രാഹുൽ എന്ത് ഓപ്പറേഷൻ നടത്തുമ്പോഴും അതിൻ്റെ പ്രധാന ബേസ് ആക്കാൻ സാധ്യതയുള്ള ഇടം അടൂർ എന്ന തലത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഒരാഴ്ച മുമ്പാണ് അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിലെത്തിയത്. അതിനുശേഷം പാലക്കാടേക്ക് മടങ്ങി. പിന്നീടാണ് ഈര പോലീസിൽ മുഖ്യമന്ത്രി വഴി പരാതി നൽകുകയും ആ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം രാഹുൽ അടൂർ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ രണ്ടാം പ്രതി അത് അടൂർ സ്വദേശിയായ യുവ വ്യവസായിയാണ്, രാഹുലിൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹവും ഈ കേസ് വന്നതിന് ശേഷം കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അബ്സ്കോണ്ടിങ് എന്നാണ് പോലീസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ആളും മുങ്ങിയെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും അധികം വൈകാതെ അന്വേഷണ സംഘം അടൂരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇതുവരെ അങ്ങനെ ലോക്കൽ പോലീസോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ രാഹുലിൻ്റെ അടൂരിലെ വീട്ടിലോ ഇല്ലെങ്കിൽ അടൂർ നഗരസഭാ പരിധിയിലോ ഇതുവരെ എത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം രാഹുലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഈ ആദ്യ ദിവസം രാഹുലിൻ്റെ വീട്ടിന് സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് ഈ പ്രതിഷേധം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു സുരക്ഷ. രണ്ടാം ദിവസം ആ സുരക്ഷ പിൻവലിച്ചു. നിലവിൽ വീടിന് മുമ്പിൽ പഴയ ബാരിക്കേഡുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. എന്തായാലും അധികം വൈകാതെ ഈ മറ്റിടങ്ങളിലെ ഈ യുവതിയുടെ പരാതിയിൽ പറയുന്ന ഇടങ്ങളിൽ ഫ്ളാറ്റുകൾ, തിരുവനന്തപുരത്തെ ചില കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും അടൂരിലേക്ക് എത്തുക. ഈ രാഹുൽ എവിടെയുള്ളെന്ന അന്വേഷണം തീവ്രമാകുമ്പോൾ അടൂർ ഒരു സസ്പെക്ട് ലിസ്റ്റിലുള്ള ഇടമാണ്, ലിസ്റ്റ് തന്നെയാണ്. കാരണം രാഹുൽ അടൂരിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് പോലീസ് സംശയിക്കുന്നു. എന്തായാലും നിലവിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്, മറ്റ് ബന്ധുക്കളാരും തന്നെ ഇല്ല. എന്തായാലും അന്വേഷണ സംഘം അധികം വൈകാതെ അടൂർ കേന്ദ്രീകരിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. കാരണം രാഹുലിൻ്റെ പ്രധാന കേന്ദ്രം അടൂരാണ്, രാഹുലിൻ്റെ ജന്മനാടാണ്, അടുത്ത സുഹൃത്തുക്കളുള്ള സ്ഥലം അടൂരാണ്. അതുകൊണ്ട് തന്നെ അടൂരിനെ ഒഴിവാക്കിക്കൊണ്ടൊരു അന്വേഷണം മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. പക്ഷേ ആദ്യഘട്ടത്തിൽ അടൂരില്ല. ആദ്യം പാലക്കാടും തിരുവനന്തപുരത്തൊക്കെ കേന്ദ്രീകരിച്ച് പരമാവധി ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ടാക്കാനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ രാഹുലിനെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത്. ആശ്മി, ഓക്കെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക സെഷൻസിൽ. അപ്പോൾ അതുവരെ കാത്തിരിക്കേണ്ടതില്ല. മുൻകൂർ ജാമ്യത്തിൽ സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അതുവരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അതൊരു കാത്തിരിക്കണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു കീഴ്വഴക്കം പല കേസുകളും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ കുറിയ കീഴ്വഴക്കത്തിൽ നിൽക്കേണ്ടതില്ല. രാഹുലിനെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ് പോലീസിൻ്റെ ആലോചന. അതും പ്രകാരമുള്ള വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദും ഷംനയും എ വി ജയശങ്കറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.